ഹലോ. അപ്പോൾ ഇന്നെന്താ നമ്മൾ ചെറിയൊരു ജിമ്മിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. വലിയൊരു ഐഡിയ ഒന്നുമില്ല, എന്നാലും ഉള്ള ഒരു ഐഡിയ ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് യൂട്യൂബിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി മുതലിടും. പിന്നെന്താ നമ്മളിന്ന് ജിമ്മിന് പോവാണ്. അപ്പോൾ സൈക്കിളെടുത്ത് ഇവിടുത്തെ അപ്പോൾ സൈക്കിളെടുത്ത് പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലൊന്ന് എന്താ പറയുക ട്രൈപോഡൊക്കെ ഉണ്ട്. അപ്പോൾ ജിമ്മിൽ കുറച്ച് ഫിലിമൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് തന്നെ പോവാം. ഓക്കെ, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ അപ്പോൾ ഇവിടുത്തെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വിൻ്റർ ആയതിൻ്റെ മെയിൻ ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ ഒരു ഈവനിങ് ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ആകുമ്പോഴത്തേനൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇരുട്ടാവും. നമുക്ക് എന്താ പറയുക, ഒരു ഡേ ഒന്നും നല്ലപോലെ കറക്റ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ഇരുട്ടാവണതിൻ്റെ മുന്നേക്ക് ഒന്ന് ജിമ്മിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനാണ്. അന്ന് നമുക്ക് ബാക്ക് മസിലും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബൈസെപ്സൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 1 month ആയിട്ട് ജിമ്മിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം മസിൽ ലോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഞാൻ ജിമ്മിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം നല്ല കാറ്റുണ്ടെന്ന്. പിന്നെന്താ പറയുക, പിന്നെ തണുപ്പ് ഓക്കെയാണ്, വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്വെറ്റ് ഷർട്ടും ഒരു ജോഗേഴ്സൊക്കെ ഇട്ടിരിക്കണം. എന്താ പറയുക, I think ഒരു 8 degree ഒക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ നമ്മളിതാ ജിമ്മിൻ്റെ അവിടെ എത്തിക്കണപ്പോൾ ഇതാണ് ഞങ്ങളെ ജിമ്മ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ജിമ്മാണ് ഇവിടെ. ഇപ്പം ഞാൻ ഇപ്പോൾ പോകുന്ന ജിമ്മ് അടിപൊളിയാണ്. അവിടെ ഒരു ബാൽക്കണിയൊക്കെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ നേരെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം കുറവാണ്. സ്റ്റുഡൻസിന് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം വീഡിയോക്കും ഇതിനൊക്കെ നല്ല പറ്റിയ എൻട്രൻസ് ആണിത്. നമ്മളിപ്പോൾ ജിമ്മിലെത്തും. ഓക്കെ, നമ്മളിപ്പോൾ ജിമ്മിലെത്തി. ഇതിപ്പോൾ നമ്മളെ ജിമ്മിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കിട്ടും. പിന്നെന്താ, ഇതാണ് ജിമ്മ്. ഹലോ, ഹൗ ആർ യു? നമുക്കൊരു എന്താ പറയുക, നമ്മൾ സൈക്ലിങ്ങിനായിട്ടുള്ള ഒരു ഏരിയയാണിത്. അത്യാവശ്യം നല്ല വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണിത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഇതാണ് നമ്മളെ വെയ്റ്റിങ്ങിൻ്റെ വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഡംബലും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കുറച്ചുണ്ട്. നല്ലൊരു സ്റ്റുഡിയോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിറ്റിംഗ് റൂമാണ്. ഇവിടെ ഫിറ്റിംഗ് റൂം അത്യാവശ്യം നല്ല രസമാണ്. ഇവിടുത്തെ ഫിറ്റിംഗ് റൂം കാണാൻ. കാരണം വെച്ചാൽ നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഈ സീരീസിലും ഇവിടുത്തെ കാണുന്ന പോലെ അത്യാവശ്യം നല്ല അടിപൊളി ഫിറ്റിംഗ് റൂമാണ്. നമുക്കിത് അവിടെ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ അത്യാവശ്യം നല്ലൊരു അടിപൊളി മിറർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ക്ലോത്ത്സും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊരു വാഷ്റൂമാണ്. പിന്നെന്താ, നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ടോട്ടലി 20 പൗണ്ടാണ് ഇവിടുത്തെ. ഇപ്പോൾ UK 20 പൗണ്ടാണ് വരുന്നത്. വെച്ചാൽ ഒരു അപ്രോക്സിമേറ്റ്ലി നാട്ടിൽ നമ്മൾ 2000 റുപ്യക്ക് വരും. ഇവിടെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി സോന റൂമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കിനി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ബാക്ക് മസിൽസും പിന്നെന്താ നമുക്കിന്ന് ബൈസെപ്സും നമുക്ക് എന്തായാലും വാമപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബിഫോർ വർക്കൗട്ട് കറക്റ്റ് നമുക്ക് ബോഡി പോസ്ചറൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക വീക്കാണ്. അത്യാവശ്യം ബോഡി ഫാറ്റ് ഉണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല പമ്പായിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം. എന്തായാലും അവിടുന്ന് ജിമ്മിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മേലക്കുള്ള എന്താ പറയുക പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. അത്യാവശ്യം കണ്ടോ നമ്മളെ ഒരു ഡോക്യാർഡ് പോലെയാണ് ഇവിടെ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ.
പിന്നെന്താ, ഇത് നമുക്ക് ഇവിടുത്തെ ഒരു ബോക്സിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യം പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും 2-3 പുള്ളപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് മസിലല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ബോക്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ബോക്സിങ് ചെയ്യാനോ അതേപോലെ തന്നെ എന്താ നമുക്ക് ഇവിടുന്ന് ഡിപ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ട്രൈസെപ്സിനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. അപ്പോൾ ഞാൻ മ്യൂസിക് ഒന്ന് കുറച്ച് ചെറുതായിട്ട് വരുന്നു ഇവിടുത്തെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് കേൾക്കണ്ടോ അറിയില്ല. ഞാൻ ഇവരോട് മ്യൂസിക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെ പോളിസിയാണ്, അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണെന്നില്ല, കോപ്പി റൈറ്റ് ഉണ്ടോ അങ്ങനെ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം, എന്തായാലും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു 3 സെറ്റ്, ഒരു 15, 12, 10 ഒക്കെ വെച്ച് കണ്ട് നമ്മളൊരു 3 സെറ്റ് ചെയ്യും. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർക്കൗട്ടിൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റത്തെ വർക്കൗട്ട് നമ്മൾ എന്താ പറയുക, ലാറ്റ് പുൾ ഡൗൺ കഴിഞ്ഞ് നമുക്ക് സീറ്റ് ഔട്ടർ ചെയ്യുക. ഒരു 3 സെറ്റ് ഇതേപോലെ തന്നെ സെയിം ആയിക്കണ്ട് ഒരു 15, 12, 10 വെച്ച് കണ്ട് ഒരു മീഡിയം വെയിറ്റിൽ. നമ്മൾ ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ലോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 15 എടുത്തിപ്പോൾ ഇനി ഒരു 1 to 2 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് ഇനി നമ്മൾ ക്യാബിൾ പുൾ ഡൗൺ ആണ് തന്നെയുള്ള അതിൻ്റെ പേര്. ഐ തിങ്ക് ക്യാബിൾ പുൾ ഡൗൺ. 3 സെറ്റ്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് വർക്കൗട്ട് ചെയ്യാൻ നല്ല ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. നമുക്ക് ഒരു 3 വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിപ്പോൾ. അപ്പോൾ ഇനി നമുക്കൊരു ഡംബൽ റോസും കൂടി ചെയ്തുകൊണ്ട് ബാക്ക് മസിൽസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബാക്ക് മസിൽസ് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ബൈസെപ്സും കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മളൊരു ഡംബൽ തന്നെ നമ്മൾ സിംഗിൾ ആം കൊടുക്കുകയാണ്. നമുക്ക് ബൈസെപ്സിൻ്റെ ബാക്കി കണ്ടിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർക്കൗട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ W ബാറിൽ കേൾ അടിക്കാൻ പോവാണ്. പിന്നെ ഞാൻ പറയണത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവർ പാട്ടും കാര്യങ്ങളൊന്നും ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്യുന്നില്ല. എല്ലാവരും എന്തായാലും ഹെഡ്സെറ്റും കാര്യങ്ങളും കുത്തിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കാണില്ലേ
അത്യാവശ്യം ബൈസെപ്സ് ഒക്കെ അത്യാവശ്യം നല്ല പമ്പായിക്കണം. ഇതൊന്നും ഇന്നത്തെ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല പമ്പായിക്കണം കൂടി. ബാക്കിലാണ് കടിച്ചത്. ബാക്കിൽ എന്താ പാട് നമുക്ക് നോക്കാം. മസ്കുലർ ക്രോസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മളിതാ വീട്ടിലെത്തി. നമ്മൾ സൈക്കിൾ വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇത് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഒരു പോസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മൾ ചെറിയൊരു പോസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മളൊരു പ്രോട്ടീൻ ഷേക്ക് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, കാരണം അത് അത്യാവശ്യം ലെങ്ത് ആയിക്കണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കീ ഉള്ളിൽ വെച്ചുകൊണ്ട് മറന്നേക്കണം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിരിക്കണം, ഇവിടെ തന്നെയുള്ളൊരു ഫ്രണ്ടിനെ വിളിച്ച്. ഹലോ, നമ്മളുള്ളിൽ കയറി.